ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കുക്കർ ബിരിയാണി കേട്ടോ. അപ്പോൾ അതിന് ആദ്യം 1/2 കിലോ ചിക്കനും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതച്ചതും നാരങ്ങ നീരും കുറച്ച് ഉപ്പ് തൈര് 1 സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനത് ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് റെഡിയാക്കി അരമണിക്കൂർ വെച്ചു കേട്ടോ. ഓവർനൈറ്റ് വെച്ചാലും നല്ലതായിരിക്കും, കുറച്ചും കൂടെ അരപ്പും എല്ലാം പിടിക്കും. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ച സമയത്ത് പിന്നെ നമ്മൾ കുക്കർ എടുത്ത് ഓൺ ചെയ്ത് കുക്കറിലേക്ക് 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലാതെ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചത്. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു കേട്ടോ. നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു സവോള അരിഞ്ഞതും നന്നായിട്ടൊന്ന് വാട്ടിയത് നമ്മൾ ബിരിയാണി റെഡിയാക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതെല്ലാം ആദ്യം ഈ നെയ്യും എണ്ണയും മതി കേട്ടോ, വേറെ എണ്ണയോ നെയ്യോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സവോളയുണ്ട്. ബാക്കി ഞാൻ 2 സവോള ആട്ടോ എടുത്തു. ഒത്തിരി കുക്കറിൽ ബിരിയാണി വെക്കുന്നുണ്ട്, ഒത്തിരി സവോളയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചിക്കനും സവോളയും 2 സവോള മതി, അത് കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കറുകപ്പട്ട 2 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, ഏലക്ക 2 എണ്ണം, പട്ട ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടുന്നോടെ വരെ ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി 2 സവോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇച്ചിരി ലേശം ഉപ്പും കൂടെ ഇട്ട് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരുവിധം വാടി പച്ചമണമൊക്കെ മാറി നല്ലപോലെ വാടി, ഒത്തിരി വാടണ്ട, ഒരു പാകത്തിന് വാടി എല്ലാം ആയി കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു തക്കാളി ആയിട്ട് എടുക്കണ്ട. ഒത്തിരി തക്കാളി എടുക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പുളി വേണ്ടാത്തതുകൊണ്ട് ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്താൽ മതി. ഞാനൊരു തക്കാളി എടുത്തുള്ളൂ, തൈര് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞിട്ട് അതും പച്ചമണം മാറുന്നോളം വരെ നന്നായിട്ടൊന്ന് വരട്ടെടുക്കുക. ഒത്തിരി വാട്ടണ്ട കേട്ടോ, ലേശം വാട്ടി എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് പൊടി ചെയ്യേണ്ടത് മല്ലിപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി കാശ്മീരിയും മറ്റേ മുളക് പൊടി ഇടാം കേട്ടോ. ഞാൻ 2 യൂസ് ചെയ്ത്. പിന്നെ ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി, ഞാൻ ഗരം മസാലപ്പൊടി ആയിട്ട് യൂസ് ചെയ്തേക്കണേ. എന്നിട്ട് ഇതെല്ലാം പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നോടം വരെ മിക്സ് ചെയ്തെല്ലാം റെഡിയാക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അരി ഞാൻ 2 ഗ്ലാസ് അരി ആട്ടോ എടുത്തത്. നന്നായിട്ട് കഴുകിയിട്ട് 10-20 മിനിറ്റ് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. എന്നിട്ടത് നമ്മൾ വെള്ളം പോകാൻ വേണ്ടി വാങ്ങിയും കൂടെ വെച്ചു. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനില്ലേ അതെടുത്ത് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ മല്ലിയിലയും 1 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അരപ്പെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വരട്ടി വെച്ചേക്കണതിനകത്ത് മല്ലിയും അതുപോലെ തന്നെ 1 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇറങ്ങി വെന്തോളും. അപ്പോൾ അതുകൊണ്ട് വെള്ളം വേറെ ഒഴിക്കേണ്ട കേട്ടോ, വേറെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വെള്ളം ഇറങ്ങി ആയിക്കോളും. അപ്പോൾ 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് ആവി വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി ഒക്കെ വരും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെല്ലാം അടച്ചൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെള്ളവും എല്ലാം ഇറങ്ങി അടിപൊളിയായി കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അരിയില്ലേ അത് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കശുവണ്ടിയും ഒക്കെ എല്ലാം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു മിക്സ്, അപ്പോൾ അതെല്ലാം അതിനകത്ത് തൂളുക. അതുപോലെ മല്ലിയില അരിഞ്ഞത് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തൂളിയിട്ട് അതുപോലെ അതിനകത്തേക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് ബിരിയാണി മസാലയ്ക്ക് വരെ ഞാൻ ഗരം മസാലപ്പൊടിയെല്ലാം ഇട്ടു. അപ്പോൾ ആ പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തൂളിയെല്ലാം ഇട്ടു. എന്നിട്ട് ആ അരിക്ക്, അതായത് അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, അരിയും വെള്ളം ഒപ്പം നിൽക്കണം. ഒത്തിരി അരിക്ക് മുകളിൽ വെള്ളമല്ല, അരിയും വെള്ളം ഒപ്പമായി നല്ലപോലെ ഒഴിച്ച് ഒരു വിസിൽ, അതായത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടായെന്ന് കുഴഞ്ഞു കേട്ടോ. എന്നിട്ട് ഒരു വിസിൽ ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കണം കേട്ടോ. അന്നേരത്തേക്കും അടിപൊളി കുക്കർ ബിരിയാണി റെഡിയാകും കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രുചിയും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പൊടികളൊക്കെ കൂടുതൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. നല്ല അടിപൊളിയാട്ടോ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോയും
നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നത്, പക്ഷെ നല്ലതായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.